അവർ ഗസറ്റഡ് യക്ഷികൾ എന്ന് പറഞ്ഞിട്ട് എന്നെ ലക്ഷ്മിയുടെയും തമ്പ് വെച്ചിട്ട് ഇതേ ചാനൽ യൂട്യൂബിൽ ട്രോൾ ചെയ്തു. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല, ഇവര് വിളിച്ചു വരുത്തിയിട്ട് വേറൊരു ഇമേജ് തന്നിട്ട് പുറത്താക്കിന്ന് ഒരാളുടെ കരിയർ തന്നെ ഇല്ലാതാക്കാനുള്ള സ്ട്രാറ്റജി എനിക്ക് തോന്നുന്നുണ്ട് സത്യമായിട്ടും. കാരണം അവരെന്നെ വിളിച്ച സമയത്ത് അവർ മസ്താനിക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നല്ല ഇമേജ് അല്ലേ എന്ന് പറഞ്ഞ ആൾക്കാര് ഇപ്പൊ എല്ലാം നശിപ്പിച്ച് കൈ തന്നെ. നല്ല ഇമേജ് അല്ലേ? ഇപ്പൊ ഒരു വ്യക്തിനെ ഏത് രീതിയിൽ പുറത്തേക്ക് വിടണം എന്ന് അവർക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ട്. ഏത് കോണ്ടന്റ്, ഞാൻ പറയുന്ന ഏത് വേർഡ് പുറത്ത് പോകണം എന്ന് വരെ അവർക്ക് വ്യക്തമായ പ്ലാൻ. ശരിക്കും വെറുതെ കേൾക്കുമ്പോണ്ടല്ലോ ഇതാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുമ്പോ നല്ല തെറിയാ. സത്യം, ഫാനിന്റെ ലെവലിൽ തെറിയിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറിയിട്ടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. മസ്താനി ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് കയറി. അതിനുശേഷം രണ്ടാമത്തെ എവിക്ഷനിൽ, അഥവാ ഫസ്റ്റ് എവിക്ഷനിൽ അവർ വന്നില്ല, രണ്ടാമത്തെ എവിക്ഷനിലേക്ക് വന്നു. അതിനുശേഷം അവർ പുറത്തേക്ക് പോയി. എനിക്ക് 100% മസ്താനി എന്നുള്ള കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ഹൗസിനകത്ത് കയറിയതിൽ അവരുടെ ഗെയിമിനോടൊന്നും എനിക്ക് 100% താല്പര്യമില്ലാത്തത് ഞാൻ എൻ്റെ ഏതോ ഒരു വീഡിയോ 1-2 വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നിലവിൽ ഇപ്പം മസ്താനി എന്ന് പറയുന്ന പെൺകുട്ടി ബിഗ് ബോസ് ഹൗസിൽ നിന്നൊക്കെ ഇറങ്ങിയതിന് ശേഷം നമ്മുടെ ബി കഴിഞ്ഞു, അത് വിടുക എന്നുള്ളതിനപ്പുറത്തേക്ക് അതിന് എതിരെ നടക്കുന്ന കുറേ അധികം കാര്യങ്ങൾ, ഒരു വല്ലാത്തൊരു സംഭവങ്ങൾ നടക്കുന്നു. അപ്പോൾ അവരതുമായിട്ട് പ്രതികരണമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ആദ്യമായിട്ട്. പിന്നെ അവരുടെ മേൽ കുറേ അലിഗേഷൻ, മറ്റേ മുക്കുപണ്ടം പണയം വെച്ചത് കുടുംബം, അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ, ആരോപണങ്ങളുണ്ട്. അപ്പോൾ എന്തിനൊക്കെയാണ് മറുപടി പറയുന്നത് നമുക്ക് നോക്കാം. മസ്താനിയുടെ ഇന്റർവ്യൂ കേൾക്കാം. എന്റെ ജീവിതത്തിൽ ഞാനെടുത്ത ഏറ്റവും വലിയ മണ്ടത്തരായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു ബിഗ് ബോസ് ഹൗസിലേക്ക് പോകാനുള്ള തീരുമാനം എന്നുള്ള കാര്യം. നോട്ട് ഓൺലി ഹെർ, പുള്ളിക്കാരത്തെയല്ല ആദ്യമായിട്ട് പറയുന്നത്, എന്നോട് തന്നെ നേരിട്ട് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. ബിഗ് ബോസ് ഹൗസിലേക്ക് പോയത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മണ്ടത്തരമായിരുന്നു എന്ന് എന്നോട് തന്നെ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴേക്കും ഇവിടെ ആ ഒരു കാര്യം കറക്റ്റായിട്ട് വീണ്ടും മറ്റൊരാളോട് പറയുന്നത് കേട്ട് എനിക്ക് അത്ഭുതം തോന്നുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നിയേക്കാം. ചിലപ്പോൾ സ്വാഭാവികമായിട്ട് അവരോടുള്ള ഒരു അകാരണമായിട്ടുള്ള ഒരു ഗെയിമാണല്ലോ. ആ ഗെയിമിനകത്ത് പോയപ്പോൾ അവരോടുള്ളൊരു വെറുപ്പും താല്പര്യക്കുറവും ഒക്കെ ചിലപ്പം വീണ്ടും നിറഞ്ഞു നിൽക്കുന്നതാവാം. പക്ഷേ കുറേ അധികം ആൾക്കാരുടെ ലൈഫ് തകർത്തിട്ടുള്ള ഒരു ഷോയാണ് ബിഗ് ബോസ്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ പറയും, ബിഗ് ബോസിലൂടെ രക്ഷപ്പെട്ട എത്ര പേരുണ്ട്. ഞാൻ അടിവരായിട്ട് പറയാം, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 10 പേരിൽ കൂടുതൽ പറയാൻ പറ്റുമോ എന്നറിയത്തില്ല. എത്രയോ പേര്, എത്ര സീസൺ നടന്നത്, ഇപ്പോൾ 7 സീസണാണ്. ഒരു 20 പേരെ വെച്ചിട്ട് മിനിമം നമ്മൾ കൂട്ടിയത് എത്ര പേരാണ്? 140 പേരിൽ കൂടുതൽ ആ ബിഗ് ബോസ് ഷോയിൽ വന്നിട്ടുണ്ട്. ആ 140 പേരിൽ ബാക്കി ഒരു എണ്ണിപ്പറക്കി എടുത്താൽ 10 പേര്, അതിനപ്പുറത്തേക്ക് ബാക്കിയുള്ള ആൾക്കാരൊക്കെ എവിടെ? എനിക്ക് അവിടെ ആരോടും പേഴ്സണലി ഒരു വിരോധമില്ല. ആ ഗേറ്റ് കടന്ന് ഞാൻ ഇറങ്ങിയതോടുകൂടി എനിക്ക് അവിടെയുള്ള ആൾക്കാരോടുണ്ടായിരുന്ന ദേഷ്യം, സംഘടം എല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ ഇവിടെ പുറത്തിറങ്ങിയിട്ട് വന്നിട്ട് അതിന്റെ പേരിൽ ഒരു ഗെയിം കളിക്കാനും എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. അപ്പൊ അനി അക്ബറും എല്ലാരും കൂടി വന്നിട്ട് ഗുണ്ടകളെ പോലെ ലിറ്ററലി ആ ഗ്ലാസ് ഡോറൊക്കെ പൊളിച്ചു വന്നിട്ട് കഴുകണം, എന്താ കഴുകാത്തേ? അപ്പൊ ഞാൻ പറയാൻ പോവായിരുന്നു, ഞാൻ രാവിലെ കഴുകിയാലും മതിയല്ലോ. അപ്പോഴേ കഴുകാൻ, നീ കഴുകിയിട്ട് ഉറങ്ങിയാൽ മതി, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ഉറക്കില്ല. അങ്ങനെയൊക്കെ പറയുമ്പോ ഏത് മനുഷ്യനാണെങ്കിലും ട്രിഗറും. പിന്നെ ഒരു കാര്യം, ട്രിഗർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണല്ലോ ഇതിന്റെ മെയിൻ ഗെയിം. കാരണം എങ്ങനെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിപ്പോൾ അക്ബർ ആണെങ്കിലും അപ്പാനി ആണെങ്കിലും ആരാണെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഗെയിം, പ്യൂർലി ഗെയിം. അത് അവരുടെ കുറ്റമൊന്നുമല്ല, അതൊരു ഗെയിമിൻ്റെ അതങ്ങനെയാണ്. ബിഗ് ബോസ് അങ്ങനെയാണ്, നമ്മൾ അതിനാണല്ലോ അതിനകത്ത് കയറി പോകുന്നത്. അതിനകത്ത് എന്ത് സംഭവിക്കാം, അത് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. അപ്പോൾ അത് അവരെ കുറ്റപ്പെടുത്താൻ ഒരിക്കലും പറ്റത്തില്ല. എന്നിട്ട് പിന്നെ ചീത്തവിളിയായി അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനും വിളിച്ചിട്ടുണ്ട്, കുറെ ചീത്ത അവരും വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് നീ ഫുഡ് വന്ന് നക്കിയിട്ട് നീ പോയി കിടന്ന് ഉറങ്ങിയില്ലേ? ചീത്തവളുടെ കാര്യമൊന്നും പറയാതിരിക്കുന്നതല്ല. ഈ സീസൺ എന്തുകൊണ്ടും കുടുംബ പ്രേക്ഷകർ എന്ന് പറഞ്ഞ ആൾക്കാരുടെ മുമ്പിൽ കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോയാണ് മനെ എന്ന് പറഞ്ഞിട്ട് കുടുംബ പ്രേക്ഷകർ കാണാൻ പറ്റുന്ന സാധനങ്ങളൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് കാണി. കുടുംബ പ്രേക്ഷകർ എന്നുള്ള വാക്ക് തന്നെ നിങ്ങൾ പറയുന്നത് ബേബി ടീം ഒന്ന് ഒഴിവാക്കണം. എന്തിനാണ് വെറുതെ കുടുംബ പ്രേക്ഷകരുടെ അട്ടിപ്പേർ അവകാശം എടുത്ത ബേബി വന്നിട്ട് എന്നോട് ഇത് ചോദിച്ചത് തന്നെ എന്റെ ഭാഗ്യാന്ന് ഞാൻ പറയുന്നത്. കാരണം ഒരു വീക്കെൻഡ് എപ്പിസോഡിലും കണ്ടവർക്ക്, പ്രേക്ഷകർ ഇത് കറക്റ്റ് ആയിട്ട് പറയണം. എന്നോടുള്ള ദേഷ്യം മാറ്റി വെച്ചിട്ട് നിങ്ങൾ ആ എപ്പിസോഡ് കണ്ടിട്ട് 4 വീക്കെൻഡ് കണ്ടിട്ട് നിങ്ങൾ പറയണം, എനിക്ക് എപ്പോഴെങ്കിലും സംസാരിക്കാനുള്ള ഒരു ചാൻസ് വീക്കെൻഡ് എപ്പിസോഡിൽ കിട്ടിയിട്ടുണ്ടോ? അപ്പൊ അവർക്ക് സംസാരിക്കാനുള്ള ഒരു അവകാശം നിഷേധിക്കുന്നുള്ള കാര്യം ബിഗ് ബോസിന്റെ പല പരിപാടികളും നോക്കാം, പിന്നാലെ പറയാം. അവിടെ സത്യം പറഞ്ഞാൽ ലൈവ് കണ്ട ആൾക്കാർക്ക് അറിയാം, ഈ ബിന്നി എനിക്ക് കറി ഒഴിച്ചിട്ട് തരില്ല. ആദ്യം അവിടെ ഒരു സ്പൂണിന്റെ ഇത്രയും ഭാഗത്തിലുള്ള കറിയെ നമുക്ക് കിട്ടത്തുള്ളൂ. അതിന്റെ പകുതിയായിരിക്കും എനിക്ക് തരുന്നത്. എന്റെ ഉമ്മ ആ ലൈവ് കണ്ടിട്ട് എന്റെ ഉമ്മി കരഞ്ഞു. പാർട്ട് ഓഫ് ഗെയിം. ആഹാരം തന്നില്ല എന്ന് പറഞ്ഞിട്ട് അടി ഉണ്ടായിട്ടുണ്ട്. ദോശ ചുട്ടതിന്റെ ദോശയുടെ പകുതി കളഞ്ഞു പോയതിന് അടി ഉണ്ടായിട്ടുണ്ട്. പപ്പടം കിട്ടിയില്ലെന്ന് പറഞ്ഞ അടി ഉണ്ടായിട്ടുണ്ട്. ഇറച്ചിയുടെ ചാറ് കുറഞ്ഞു പോയതിന് അടി ഉണ്ടായിട്ടുണ്ട്. പഴം കിട്ടിയില്ലെന്ന് പറഞ്ഞ അടി ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ബിഗ് ബോസ് ഹൗസിനകത്ത് നടന്നിട്ടുള്ള അടികളാണ്. അടുക്കള റിലേറ്റഡ് ആണ് അടിയെല്ലാം വരുന്നത്. സോ അതുകൊണ്ട് അതൊക്കെ വളരെ സ്വാഭാവികമാണ് ബിഗ് ബോസിൽ. മാത്രം ഇവർ ശരിക്കും ഫോക്കസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. രണ്ടാമത് കറി ചോദിക്കുമ്പോൾ ഇവിടെ തരാതെ തിരിഞ്ഞു പോകുന്നത് ഓക്കെ, അതൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഹൈലൈറ്റ് ചെയ്യാൻ ആരില്ല. മനസ്സിലായി. ഞാൻ ചെയ്ത എന്റെ നെഗറ്റീവ് എന്തൊക്കെ പുറത്ത് വന്നിട്ടുണ്ടോ അത് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് അത് തെണ്ടിത്തരോടെ. ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് നിന്ന് ഒരു കണ്ടസ്റ്റന്റ് പുറത്തേക്ക് പോകുമ്പോൾ അവരുടെ നെഗറ്റീവിനെ മാത്രം എടുത്തിച്ച് ഹൈലൈറ്റ് ചെയ്ത് അവർ പുറത്ത് വന്നതിന് ശേഷം ആ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാധനം അത് ഭയങ്കര തെണ്ടിത്തരം തന്നെയാണ്.
അതെന്തിനാ അങ്ങനെ കാണിക്കുന്നത്? ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോയി ഒരാളെ എവിക്റ്റഡ് ആയി, അത് പ്രേക്ഷകർ തന്നെ അതെടുത്ത് പുറത്ത് കളഞ്ഞു എന്നുള്ളതാണ്. അവരെ വീണ്ടും അതിന്റെ പുറകെ എടുത്ത് വെച്ചിട്ട് ഉണ്ടാക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? അത് എന്ത് തരത്തിലുള്ള സ്ട്രാറ്റജിയുടെ പുറത്താണ്? നിങ്ങൾക്ക് സൈൻ ചെയ്ത് എഗ്രിമെന്റ് ഒപ്പിട്ടൊന്ന് മുൻകാല സീസണിൽ പല ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ പല കഥകളുണ്ട്. അതിനകത്ത് എഗ്രിമെന്റ് ഒക്കെ ചെയ്ത് അതിനകത്തൊക്കെ എല്ലാം കയറി പോയിട്ട് അവസാനം എഗ്രിമെന്റ് ഉള്ളതുകൊണ്ടിട്ട് കാരണം കൊണ്ട് 1 വർഷം വരെ ഒന്നും മിണ്ടാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, ഒരു കാര്യം കമ എന്നൊരു അക്ഷരം മിണ്ടാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? സോ അതുകൊണ്ട് കുറേയൊക്കെ ഈ നെഗറ്റിവിറ്റി ഉണ്ടാക്കുന്നത്, നെഗറ്റീവ് ആക്കുന്നതിനും ഈ ഒരു ഷോയ്ക്ക് നല്ലൊരു പങ്കുണ്ട്. ദിയാസനയുടെ ഒരു ഇന്റർവ്യൂല് ദിയാസന റോഹന്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ അപ്പാനിനോട് സംസാരിച്ചു, അതായത് പുള്ളിക്കാരി അപ്പാനിനോട് സംസാരിച്ചു, കാര്യങ്ങൾ അപ്പാനെ വിളിച്ച തെറി വരെ പറഞ്ഞു, മസ്താനി അത് കേൾക്കാൻ അർഹയാണെന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, ഇത്രയും സൈബർ ബുള്ളിങ്, അതായത് ഞാൻ 14-15 ദിവസം അവിടെ നിന്നു, ഞാൻ ഇറങ്ങിയിട്ട് ഇപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത കണ്ടസ്റ്റന്റ് എഡിറ്റ് ആയിട്ടും സ്റ്റിൽ എന്നെയാണ് ഇവർ ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും അനുഭവിക്കാൻ വേണ്ടി ഞാൻ അവിടെ ഒന്നും ചെയ്തത്. ഇറങ്ങിയതിന് ശേഷം ട്രോൾ ചെയ്യുന്നു എന്നുള്ള കാര്യം, അതിന് കാരണം ഒരു കാര്യം ഞാൻ പറയാം. അത് മസ്താനി ഇപ്പം നിരന്തരമായിട്ട് ഇന്റർവ്യൂസ് ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നല്ലോ. സ്വാഭാവികമായിട്ടും മസ്താനിക്ക് പുറത്തുണ്ടായിരുന്ന ഒരു ഇമേജ് എന്ന് വെച്ചാൽ, ഞാൻ വളരെ ടു ബി ഫ്രാങ്ക് ഉള്ളൊരു ഇമേജ്, ഇനിയെങ്കിലും അത് ശ്രദ്ധിക്കുക എന്നുള്ള കാര്യം മാത്രം എനിക്ക് പറയാം. എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ, നിങ്ങൾക്കാണ് തീരുമാനം എടുക്കാൻ പറ്റും കാണുമെങ്കിൽ എൻ്റെ വീഡിയോ. അതായത് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്ന സമയങ്ങളിൽ അത്യാവശ്യം മിനിമം പക്വത കാണിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള കമ്മിറ്റ്മെന്റ്. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയക്കകത്ത് നിന്നുകൊണ്ട് ബുള്ളിങ് എന്നുള്ള സാധനം നിങ്ങൾ അനുഭവിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ടും ഡെപ്തും മനസ്സിലാവുന്നത്. അതേ സമയത്ത് നിങ്ങൾ കൊണ്ടിരുത്തിക്കൊണ്ടിരുന്ന ഇന്റർവ്യൂസ് എടുക്കുന്ന സമയങ്ങളിലെല്ലാം ഓരോന്ന് കാണിച്ചു കൂട്ടുന്ന സമയത്ത് ആ ട്രോൾ ചെയ്യപ്പെടുന്നത് ഒന്ന് നിങ്ങളും അതോടൊപ്പം തന്നെ ആ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാർ പരിഹാസപാത്രങ്ങളാവുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ലൈഫിലേക്ക്, നമ്മുടെ അതിർത്തി കടന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വന്നൊരു ട്രോളുകളും സൈബർ ബുള്ളിങ് വരുമ്പോൾ മാത്രമാണ് നമുക്ക് അതിനൊരു ഡെപ്ത് മനസ്സിലാക്കുക. നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു പക്ഷത്തിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയുടെ ഓപ്പോസിറ്റ് പക്ഷത്തുള്ള ആൾക്കാർ ചിലപ്പോൾ അത് വന്നിട്ടുണ്ടാവില്ല. സോ നിങ്ങൾ ഈ സംസാരിക്കുന്ന ഒരു പക്ഷം മാത്രം കേട്ടുകൊണ്ട് മറ്റേ പക്ഷം ഈ ആക്രമണം എന്തുമാത്രം ഏറ്റുവാങ്ങുന്നുണ്ട്. സോ അതുകൊണ്ട് ഇനിയെങ്കിലും ആ ഒരു കാര്യങ്ങളൊക്കെ മസ്താനി ഒന്ന് ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിന് വളരെ നല്ലതായിരിക്കും. കാരണം നിങ്ങളൊരു ആങ്കറാണ്. സോ ഇപ്പോഴത്തെ ഈ ഒരു കോലാഹലങ്ങളും ഇപ്പോഴത്തെ ഈ ഒരു ആർഗ്യുമെന്റും കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് എന്നുള്ളൊരു കാര്യം കുമിളയാണ്. ഒരു 100 ദിവസം കടന്നു പോകുമ്പോൾ ഇതൊക്കെ ആൾക്കാരെ മറക്കും. അടുത്ത സീസണിൽ എത്തുന്ന സമയത്ത് കഴിഞ്ഞ സീസണിൽ ആരൊക്കെ ഉണ്ടാകുന്ന ചോദിച്ചാൽ പെട്ടെന്ന് ഓർമ്മ പോലും വരത്തില്ല. അതുകൊണ്ട് മസ്താനി അതിനെക്കുറിച്ച് ബേജാറാവേണ്ട കാര്യമില്ല. ബാക്കി ഗസറ്റഡ് യക്ഷികൾ എന്ന് പറഞ്ഞിട്ട് എന്നെ ലക്ഷ്മിയുടെയും തമ്പ് വെച്ചിട്ട് ഇതേ ചാനൽ യൂട്യൂബിൽ ട്രോൾ ചെയ്തു. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല, ഇവര് വിളിച്ചു വരുത്തിയിട്ട് വേറൊരു ഇമേജ് തന്നിട്ട് പുറത്താക്കിന് ഒരാളുടെ കരിയർ തന്നെ ഇല്ലാതാക്കാനുള്ള സ്ട്രാറ്റജിയാണ് എനിക്ക് തോന്നുന്നുണ്ട്. സത്യം അതൊക്കെ തെണ്ടിത്തരോടെ സീരിയസ്ലി ഞാൻ പറയാം. അതാ പറഞ്ഞേ, ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്ന ഒരു കണ്ടസ്റ്റന്റിന്റെ പിന്നെ ഒരു കാര്യം, ഇപ്പം പുറത്ത് ഇപ്പം എന്തൊക്കെയാണ് മസ്താനിൽ നിന്ന് വന്നേക്കുന്ന നെഗറ്റിവിറ്റി എന്ന് വെച്ചാൽ, ഒന്ന് ഈ അപ്പാനി ശരത്തിനെ പുറത്താക്കുന്നതിനകത്ത് പുള്ളിക്കാരത്ത് തുള്ളിച്ചാടിയ സംഭവം അപ്പാനി ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർക്കും മെജോറിറ്റി ഉള്ള ആൾക്കാർക്കും കുറെ അധികം ഇഷ്ടമൊക്കെ ഉണ്ടാക്കി. 2, ഈ ലക്ഷ്മിയോടൊപ്പം ചേർന്നതുകൊണ്ട് നമ്മുടെ ഹോമോഫോബിക് ആയിട്ടുള്ളത്, ആ ഹോമോഫോബിക് അല്ല, അവർക്ക് ഈ ഒരു സംഭവം ആ ഒരു കമ്മ്യൂണിറ്റിയെ അത് നോർമലൈസ് ചെയ്യുന്ന ഒരു സംഭവത്തിനോടൊന്നും താല്പര്യമില്ല. നമ്മുടെ ആദില എന്ന് പറയുക അതുപോലത്തെ കാര്യങ്ങളുടെ ഒന്നും ഗേ കപ്പിളായിക്കോട്ടെ ലെസ്ബിയൻ കപ്പിളായിക്കോട്ടെ അങ്ങനെ സാധനത്തിന് നോർമലൈസ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല എന്നുള്ളൊരു അഭിപ്രായം അവർ പറഞ്ഞു. സോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഇവർക്ക് ചേർന്ന് എന്നുള്ള ഒരു സംഭവമാണ്, അതിനെ പിന്താങ്ങുന്നു എന്നുള്ള രീതിയിലാണ് ആ ഒരു സംഭവം നോർമലൈസ് ചെയ്യുന്നതിനോട് നമ്മുടെ ലക്ഷ്മിയെ പിന്താങ്ങുന്നുള്ളതാണ് അവരുടെ അഭിപ്രായമാണ്, ഒപ്പീനിയനാണ്. അതേ അഭിപ്രായമുള്ള ആൾക്കാർ പുറത്തുമുണ്ട് അകത്തുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഒരു വേട്ട എന്നുള്ള രീതിയിലേക്ക് മാത്രം അതിൽ തുടരുക എന്നുള്ള സംഭവം വരുമ്പോഴേക്കും ഒരാൾക്ക് അഭിപ്രായം സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് നഷ്ടപ്പെടുന്നുള്ള ചിന്ത വരും. അപ്പോൾ അഭിപ്രായം പറയുന്നവർക്ക് അഭിപ്രായം പറയാം, നമുക്ക് എതിരഭിപ്രായം പറയാം. അവർ പറയുന്നത് തെറ്റാണെങ്കിൽ നമുക്ക് തിരുത്താനുള്ള ഇത് കൊടുക്കാം. അത് തിരുത്താൻ അവർ തയ്യാറല്ല എങ്കിൽ അത് വിട്ടുകളയാം. അതിനപ്പുറത്തേക്ക് അതിനെ തന്നെ തുടർന്ന് അവരെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നതിനോട് എങ്ങനെ അത് ബി കഴിഞ്ഞില്ലേ? അതിപ്പം ഇവർ ബിഗ് ബോസിൽ നിന്ന് ഇവർ പുറത്ത് പോയില്ലേ? അപ്പോൾ അതോടുകൂടി അവരുടെ ചാപ്റ്റർ ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ രേണുസുതി പുറത്തേക്ക് പോയി, പ്രവീണ് പുറത്ത് വന്നിട്ട് എന്തൊക്കെ കുറേയധികം കാര്യങ്ങൾ അകത്ത് നടന്ന കാര്യങ്ങൾ അഥവാ ടെലികാസ്റ്റ് ചെയ്ത ആര്യൻ്റെയും ജിസേലിൻ്റെ കാര്യങ്ങളടക്കം അതിനകത്തുള്ള കാര്യങ്ങൾ അവൻ കണ്ണുകൊണ്ട് കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേയധികം കാര്യങ്ങളുടെ അകത്ത് പുറത്ത് ബി പോലും വിട്ടിട്ടില്ല എന്നുള്ള കാര്യം, ബി ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുറേ സീസണുകളിൽ നിന്ന് പുറത്ത് വന്ന കണ്ടസ്റ്റൻസും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെയൊക്കെ ലൈഫിനെ വെച്ചാണ് ബി കളിച്ചിട്ടുണ്ടായിരുന്നത്, ഞങ്ങൾക്കൊക്കെ നല്ല പണി തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് ബിഗ് ബോസിന്റെ ഹൗസിനകത്ത് കയറുന്ന കണ്ടസ്റ്റന്റിന്റെ ലൈഫ് പുറത്ത് അത് എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ അതിന്റെ അച്ചുതണ്ട് ശക്തികൾ അതിനകത്ത് ഉള്ള ഇതിന്റെ ക്രൂസ് തന്നെയാണ്, അഥവാ ഇവരുടെ ലൈഫ് ഈ വെച്ച് കളിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അതിലൊരാളാണ് ഇപ്പൊ നമ്മൾ കേൾക്കുന്ന ഈ മസ്താനി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് മസ്താനിയോട് പറയാനുള്ളത് ഇതൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറും, അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒഫീഷ്യൽ ഇന്റർവ്യൂലേക്ക് സ്വാഗതം. എനിക്ക് റോക്സൈഡ് കീർത്തി എന്റെ കൂടെ ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഞാൻ ഇവരിയ്ക്കുന്ന പോലെ അധികം ഇരിക്കാറില്ല, ഞാൻ മാക്സിമം കിടന്ന് ഉറങ്ങുന്ന ഒരാളാണ്. അപ്പം ഓൾറെഡി അന്ന് വെസൽസ് കുറെ ഉണ്ട് കഴുകാൻ, ഞാനും പിന്നെയായിരുന്നു അന്ന് കഴുകേണ്ടിയിരുന്നത്.
ഇവര് ഡിഷ് കൊളായി, വീണ്ടും ഉണ്ടാക്കി, ലൈറ്റ് ഓഫ് ആയി, കുറെ ലേറ്റ് ആയി, അത്യാവശ്യം ലേറ്റ് ആയി, ഓൾറെഡി ഉറങ്ങാൻ കിടന്നു. ആ സമയത്താണ് ഫുഡ് എട്ട് ചെയ്യുന്നത്. ഞാൻ അത്രയും ഓവറായിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഞാൻ വിഷമിക്കണമായിരുന്നു. ഞാൻ എന്റെ ഇമോഷൻ അവിടെ മാറ്റി ഞാൻ കുറച്ച് ഫേക്ക് ആയിട്ട് നിൽക്കണമായിരുന്നു. കാരണം ഇപ്പൊ ശൈത്യൊക്കെ അവിടെ കരയുന്നത് ഞാൻ കണ്ടു. ഈ ശൈത്യ പനിന എവിക്ട് ആവാൻ വേണ്ടി നോമിനേറ്റ് ചെയ്ത ആളാണ്. എനിക്കറിയില്ല, ഞാൻ റിയൽ ആയിട്ട് നിന്നുപോയി. അപ്പൊ എന്റെ ആ ഒരു ഫീലിങ്സ് ഞാൻ പുറത്ത് കാണിച്ചു പോയി. അത് ഞാൻ ചെയ്ത തെറ്റ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ബിഗ് ബോസിൽ ഫേക്ക് ആയിട്ട് നിൽക്കണം, ഏറെക്കുറെ ഫേക്ക് ആയിട്ട് നിൽക്കണമായിരുന്നു. അല്ലെങ്കിൽ പിന്നെ അവർ പറയുന്നതിൽ ശരിയാണ്. ഇപ്പൊ 10 ദിവസം ഞാൻ നിന്നപ്പോ പ്രവീൺ ഔട്ട് ആയപ്പോ എനിക്ക് വിഷമായി. അപ്പൊ ഇത്രയും ദിവസം അവർ നിൽക്കുമ്പോൾ അപ്പാനെ ഔട്ട് ആകുമ്പോൾ വിഷമമുണ്ട്, ഇമോഷണൽ കണക്ഷൻ അത് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. പക്ഷെ ഞാൻ അത് ചെയ്തില്ല. ഞാൻ പറയില്ല, അത്രയും ഞാൻ ആ ഒരു സന്തോഷം ഞാൻ അത്രയും കാണിക്കരുത്, എക്സ്ട്രീം ആയിട്ട് കാണിക്കാൻ പാടില്ല. പക്ഷെ എന്റെ പലതും കട്ട് ചെയ്ത ഇതേ ക്രൂ അത് മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു. പിന്നെ ഒരു കാര്യം, ഇപ്പം ക്രൂ കട്ട് ചെയ്തതും കട്ട് ചെയ്യാത്തതും കാര്യം ഇവർക്ക് ഒരു ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക്. കാരണം ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി പോകുന്നതിന് മുമ്പ് ഇവരുടെ എഗ്രിമെന്റിന്റെ അകത്ത് ഈ ആധാരം തീരെഴുതി കൊടുക്കുന്ന പോലെ അത്രയും ദിവസത്തെ ലൈഫാണ് തീരെഴുതി കൊടുക്കുന്നത്, അതിനുള്ള പൈസ കൊടുക്കുന്നുള്ളതാണ്. സോ അത് കാരണം ഇനിയെങ്കിലും ബിഗ് ബോസ് ഹൗസിനെ ചൂസ് ചെയ്ത് ബിബിക്കകത്ത് കയറി പോകാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്കുള്ള ചിലപ്പോൾ 8ന്റെ പടി ലൈഫ് തന്നെ പോയേക്കാം. ഓക്കെ, കണ്ടസ്റ്റന്റ് ആയിട്ട് വരുന്നു എന്ന് അറിയുമ്പോഴാണ് ഇങ്ങനെ ഒരാളെ ഞാൻ അറിയുന്നത്. അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ 1-2 ഇന്റർവ്യൂസ് മസ്താനയുടെ കണ്ടിട്ടുണ്ട്. അങ്ങനെ എനിക്ക് എവിടെയൊക്കെ ഇഷ്ടമുണ്ട്, വലിയ സംഭവം ഒന്നല്ല, കുറച്ച് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കമ്പനി ഇറങ്ങുന്നവരെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങള് കുക്കീസ് കട്ട് തിന്നു. എനിക്കും ഇവനെ പോലെ നല്ല വിഷമിന്റെ അസുഖം. അവിടെ സത്യം പറഞ്ഞാൽ ലൈവ് കണ്ട ആൾക്കാർക്ക് അറിയാം, ഈ ബിന്നി എനിക്ക് കറി ഒഴിച്ച് തരില്ല. ആകെ അവിടെ ഒരു സ്പൂണിന്റെ ഇത്രയും ഭാഗത്തിലുള്ള കറിയെ നമുക്ക് കിട്ടത്തുള്ളൂ. അതിന്റെ പകുതിയായിരിക്കും എനിക്ക് തരുന്നത്. എന്റെ ഉമ്മ ആ ലൈവ് കണ്ടിട്ട് എന്റെ ഉമ്മി കരഞ്ഞിട്ടുണ്ട്. ആണോ? സത്യം. എന്റെ ഉമ്മി അവരിന്ന് കരയായിരുന്നു. കാരണം അത് മാത്രം ഇവർ ശരിക്കും ഫോക്കസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. രണ്ടാമത് കറി ചോദിക്കുമ്പോൾ ഇവിടെ തരാതെ തിരിഞ്ഞു പോകുന്നതും ഒക്കെ അതൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഹൈലൈറ്റ് ചെയ്യാൻ ആരില്ല. മനസ്സിലായി. ഞാൻ ചെയ്ത എന്റെ നെഗറ്റീവ് എന്തൊക്കെ പുറത്ത് വന്നിട്ടുണ്ടോ അത് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വന്നോണ്ടിരുന്നു. ഈ പറഞ്ഞ നെവിൻ, അതായത് നെഗറ്റീവ് ആണ് അവർ സെല്ല് ചെയ്യുന്നത് നെഗറ്റീവാണ്. ബിഗ് ബോസിന് പോസിറ്റീവ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് അതിന്റെ പ്രൊമോഷൻസ്. പ്രൊമോ വരുന്നു, നിങ്ങൾ എല്ലാ പ്രൊമോ നിങ്ങൾ കണ്ടു നോക്കൂ. ഓരോ പ്രൊമോയ്ക്കകത്തും എന്താ കാണിക്കുന്നത്? ആരെങ്കിലും കൂട്ടുകാരനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നതാണോ? അല്ലെങ്കിൽ കൂട്ടുകാരനോട് നർമ്മസല്ലാപത്തിൽ ഏർപ്പെടുന്നതാണോ? രസകരമായ മൊമെന്റുകളാണോ? അല്ല. അവിടെ അടുത്ത ദിവസത്തേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന എന്ന് പറഞ്ഞ് തോന്നിപ്പിക്കുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടി ആ നാളെ ഒരുത്തൻ മറ്റവൻ്റെ കരണത്തടിക്കുന്നു, അല്ലെങ്കിൽ ഇവൻ അവളെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നു. അങ്ങനെ തോന്നിപ്പിക്കുന്ന ഒരു സാധനമാണ്. അഥവാ നാളത്തെ അടി കാണാൻ ആൾക്കാരെ ക്ഷണിക്കുന്നൊരു പരിപാടിയാണ്. സോ അതുകൊണ്ട് നെഗറ്റീവ് അവർ സെല്ല് ചെയ്യും. അവർക്ക് നെഗറ്റീവാണ് വേണ്ടത്, നിങ്ങളെ നെഗറ്റീവ് ആക്കുകയും ചെയ്യും. സോ ഇനിയെങ്കിലും പോകുന്നവർ ബി കെയർഫുൾ. എനിക്കും ഈ പറഞ്ഞ രാത്രി ഒരു ഏകദേശം ലൈറ്റ് ഓഫ് ആവുന്നത് ഒരു 10 മണിക്കാണ് നമുക്ക് ഇവിടുന്ന് കണ്ടു പോയതുകൊണ്ടാണ്. അതുപോലെ എന്തോരം മിസ്റ്റേക്സ്, എന്തോരം ബ്ലണ്ടേഴ്സ് നമ്മുടെ ലൈഫിൽ വരും. അതെനിക്ക് കുഴപ്പമില്ല. അടുത്ത ആഴ്ച നീയാണ് പെട്ടി ബാക്ക് ചെയ്തു എന്ന് പറയുന്ന ഒരു ട്രോൾ വന്നു. ഞാൻ ആ ട്രോൾ കണ്ടപ്പോ എനിക്ക് ചിരി വന്നു. അതൊക്കെ ഫണ്ണായിട്ട് എടുത്തു. പക്ഷെ അല്ലാണ്ട് ഗസറ്റഡ് യക്ഷികൾ എന്ന് പറഞ്ഞിട്ട് എന്നെ ലക്ഷ്മിയുടെയും തമ്പ് വെച്ചിട്ട് ഇതേ ചാനൽ യൂട്യൂബിൽ ട്രോൾ ചെയ്തു. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല, ഇവര് വിളിച്ചു വരുത്തിയിട്ട് വേറൊരു ഇമേജ് തന്നിട്ട് പുറത്താക്കിന് ഒരാളുടെ കരിയർ തന്നെ ഇല്ലാതാക്കാനുള്ള സ്ട്രാറ്റജി എനിക്ക് തോന്നുന്നുണ്ട് സത്യമായിട്ടും. കാരണം അവരെന്നെ വിളിച്ച സമയത്ത് അവർ മസ്താനിക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നല്ല ഇമേജ് അല്ലേ എന്ന് പറഞ്ഞ ആൾക്കാര് ഇപ്പൊ എല്ലാം നശിപ്പിച്ച് കൈ തന്നെ. നല്ല ഇമേജ് അല്ലേ, എല്ലാം തീർത്തു തരാം. എനിക്ക് സത്യമായിട്ട് അങ്ങനെ തോന്നുന്നു. ഇത് ഒരു പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ നിലവിൽ ഹെയ്റ്റിന്റെ കൊടുമുടി നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഈ സംസാരിക്കുന്നതോട് ചിന്തിക്കണം. പലർക്കും ഇവരോട് താല്പര്യം ഉണ്ടാവത്തില്ല കേട്ടോ. ഞാൻ സീരിയസ്ലി പറയാം, ഇവരുടെ ഗെയിമൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ കുറേ നാളിന് മുമ്പ് ഞാനൊരു തീരുമാനമാണ്, നമ്മൾ ഈ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇറങ്ങുന്നവരെ അവരുടെ വഴിക്കങ്ങ് വിടുക, അവരെക്കുറിച്ച് പിന്നെ നമ്മൾ സംസാരിക്കാതിരിക്കുക. പക്ഷേ അവരെ കൊണ്ടുപോയി ആ ചാനൽ തന്നെ, ആ പ്ലാറ്റ്ഫോം തന്നെ അവരെ വീണ്ടും അപമാനിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം വളരെ ദയനീയമാണ് കേട്ടോ. കാരണം ഇനിയും ആ സീസണുകളിലേക്ക് കയറി പോകാൻ വേണ്ടി താല്പര്യപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ലൈഫിനെ അവർ വച്ചിട്ട് വീണ്ടും അതിനെ പന്താടുമെന്നുള്ളൊരു കാര്യമാണ് ഇവിടെ വ്യക്തമായിട്ട് വരുന്നത്. സോ ചിലപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ എന്നെ അവിടെ നിന്ന് വിളിക്കുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഭാവിയിൽ ആ ഒരു ചാനലുമായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ലായിരിക്കാം. പക്ഷെ എന്റെ സൈഡ് എനിക്ക് പറയണം, തീർച്ചയായിട്ടും എനിക്ക് വീക്കെൻഡ് എപ്പിസോഡ്സിൽ എനിക്ക് സംസാരിക്കാനുള്ള ചാൻസ് കിട്ടിയിട്ടില്ല. ഈ ലാലേട്ടനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആ സോഫയിൽ നിന്ന് എണീറ്റ് മാറി നിന്നിട്ടുണ്ട് ഞാനും ലക്ഷ്മി. ബ്രേക്കിന് പോയിട്ട് എല്ലാവരും ഇരിക്കും എന്ന് പറഞ്ഞാൽ ആ സോഫയിൽ ഇരിക്കും. ഞാനും ലക്ഷ്മി ഇരുന്നിട്ടില്ല. ഞങ്ങൾ എണീറ്റിട്ട് സോഫയുടെ ബാക്കിൽ ഇരുന്നു. കാരണം ഞങ്ങൾക്ക് സംസാരിക്കാൻ ഞങ്ങൾ നോട്ടീസ് ചെയ്യണം. പക്ഷെ ഓൺ കോൺട്രറി ഈ അനീഷ്, അക്ബർ ഇവർക്കൊക്കെ അവർക്ക് വേണ്ട ടൈം കൊടുക്കുന്നുണ്ട്. എനിക്കറിയില്ല. ഈ വെസൽ ക്ലീനിങ്ങിന്റെ ഇഷ്യൂ ആണെങ്കിലും അപ്പാനി ശരത്തിന്റെ അവർ കറക്റ്റ് ആയിട്ട് കേട്ടു. അത് എനിക്ക് വേറൊരു പണി തരാനാണ് അത് കേട്ടതെന്ന് എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട് ആലോചിച്ച് നോക്കുമ്പോൾ. അതേപോലെ തന്നെ ഒനീലിന്റെ ഇഷ്യൂ എനിക്ക് പറയാനുള്ളത് കേൾക്കുന്നില്ല അവര്. അത് ഞാൻ ലാലേട്ടനല്ലേ കുറ്റം പറയുന്നത്, അതിന്റെ പുറകിലുള്ള ആൾക്കാരെയാണ്. കാരണം അവര് അമ്മസാനിയോട് ഇരിക്കുമെന്ന് പറയുമ്പോഴാണല്ലോ ലാലേട്ടൻ പറയുന്നത് അവിടെ ഇരിക്കും. കാരണം ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ട് ഒരിക്കലും ഒരു വ്യക്തിനെ അത്രയും ആക്ഷേപിക്കുന്ന രീതി സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ കേട്ട
ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പോയിന്റ്, എക്സാക്ട് പോയിന്റ്. ഇത് ഏത് കണ്ടസ്റ്റന്റിനും അവിടെ സമയം കിട്ടുന്നത്, സമയം കൊടുക്കുന്നതൊക്കെ അവർക്ക് പുറത്തു വരുന്ന നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ഇമേജസ് വെച്ചുകൊണ്ടായിരിക്കും. നമ്മുടെ പ്രേക്ഷകർ എന്താണോ അതിന് പ്രതീക്ഷിക്കുന്നത്, നെഗറ്റീവ് ഉള്ള ഒരാളിന് കുറേ തല്ല് കിട്ടണം, അതുപോലെ തന്നെ നെഗറ്റീവ് അല്ലാത്തൊരു വ്യക്തിയെക്കുറിച്ച് ഇച്ചിരി നല്ലത് പറയണം എന്നുള്ള ആ ഒരു സാധനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരമാവധി സംഭവം അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നത്. കാരണം ലാലേട്ടൻ പോലും അല്ല അതിൻ്റെ കാരണക്കാർ. പിന്നീട് ഇതിൻ്റെ അകത്ത് സ്ക്രിപ്റ്റ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വേണം, സ്ക്രിപ്റ്റ് അല്ല. അതായത് സ്ക്രിപ്റ്റ് മീൻസ് വാട്ട്, ഇവർക്ക് ഇതെങ്ങനെ പോകണം എന്നുള്ളൊരു കാര്യമുണ്ട്. ആ തരത്തിലേക്ക് തന്നെ ഇന്ന വ്യക്തി ഈ സംഭവത്തിൻ്റെ അകത്ത് നെഗറ്റീവ് ആണെന്നൊരു കാര്യം ഇവരെഴുതി വെച്ചാൽ ആ വ്യക്തിയുടെ നെഗറ്റീവ് മാത്രമേ പുറത്തു വരുള്ളൂ. ഇന്ന വ്യക്തിയാണ് നമുക്ക് കുറച്ച് നാളോട് നിർത്തേണ്ടത്, അയാളുടെ പോസിറ്റീവ് എടുത്ത് പുറത്തു വിടണമെന്ന് വെച്ചാൽ ആ വ്യക്തി അവർക്ക് രാജാവാക്കാനോ രാജ്ഞിയാക്കാനോ പറ്റിയേക്കും. ഇന്ന വ്യക്തിയെ ടാർണിഷ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അയാളെ നിമിഷ നേരം ടാർണിഷ് ചെയ്ത് പുറത്ത് കളഞ്ഞിട്ട് വീണ്ടും ടാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കും പറ്റും. സോ ഇരുതരം മൂർച്ചയുള്ള വാളാണ്. എന്തെങ്കിലും കേട്ട് ബിഗ് ബോസിൽ ഫെയിം, പൈസ, പണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെന്ന് ചാടിക്കയറി പോയിക്കഴിഞ്ഞാൽ എല്ലാവരും സർവൈവ് ചെയ്യത്തില്ല, ചിലർ ഒഴികെ. കണ്ടതും വെച്ചിട്ട് അദ്ദേഹം നല്ലൊരു മനുഷ്യൻ, പക്ഷെ ആ ഒരു ടീം അവർ പറയുന്ന പോലെ ആ ഒരു ഹോസ്റ്റിന് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ചാൻസ് കിട്ടിയിട്ടില്ല. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് വേണം, നിങ്ങൾ ആ എപ്പിസോഡ്സ് കാണണം. 4 ആഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡ് കണ്ടിട്ട് നിങ്ങൾ ഇതിന്റെ അടിയിൽ ഒന്ന് കമന്റ് ചെയ്തു എനിക്ക് എപ്പോഴാണ് ചാൻസ് കിട്ടിയിരിക്കുന്നത്. സത്യമായിട്ടും നമ്മൾ അടിച്ചങ്ങ് ഇരുത്തിക്കളയാ. എണീറ്റ് മാറിയിട്ടും ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് പറയുന്നുണ്ട്, ഓ അവർക്ക് സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടാണ് അവർ എണീറ്റ് മാറിയത്. അല്ല, ഞങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നിട്ട് ചാൻസ് കിട്ടിയിട്ടില്ല. സംസാരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് പുറത്ത് വരുന്നത്. അവർക്ക് എല്ലാവരും ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ. ബിഗ് ബോസ് ഞങ്ങൾ സ്ക്രിപ്റ്റഡ് അല്ല, കണ്ടസ്റ്റൻസിന് സ്ക്രിപ്റ്റ് ഇല്ല. പക്ഷെ ആ ടീമിന് വ്യക്തമായ പ്ലാൻ ഉണ്ട്, എങ്ങനെ ഏത് രീതിയിൽ പുറത്തു പോകണം എന്ന്. ഇപ്പൊ ഒരു വ്യക്തിനെ ഏത് രീതിയിൽ പുറത്തേക്ക് വിടണം എന്ന് അവർക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ട്. ഏത് കോണ്ടന്റ്, ഞാൻ പറയുന്ന ഏത് വേർഡ് പുറത്തു പോകണം എന്ന് വരെ അവർക്ക് വ്യക്തമായ പ്ലാൻ. ശരിക്കും വെറുതെ കേൾക്കുമ്പോണ്ടല്ലോ, ഇതാണ് ആരെങ്കിലും ബിഗ് ബോസ് എന്താണെന്ന് അറിയാന്നുള്ള കാര്യം എക്സാക്ട് കാര്യമാണ് ഇപ്പം മസ്താനി പറയുന്നത്. നിങ്ങൾക്ക് അവരോട് വെറുപ്പുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിക്ക് പോലും അവർ നെഗറ്റീവ് ഉണ്ടാക്കി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ് നിന്ന് നേരെ നിൽക്കുന്നു, 2 ദിവസം കഴിഞ്ഞ് അയാൾക്ക് നെഗറ്റീവ് വരുവാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, അതിനകത്തൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. ആ സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ അകത്ത് നിൽക്കുന്ന കണ്ടസ്റ്റൻറ്റിനെ ഈ സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ അഭിനയിക്കുന്നുള്ളതല്ല, മറിച്ച് ഇതിൻ്റെ പുറത്ത് ഇവരെക്കുറിച്ച് എങ്ങനെയാണ് ഔട്ട് പുറത്തേക്ക് പോകേണ്ടത്. ചിലപ്പോൾ എവിടെയെങ്കിലും ഇരിക്കുന്ന സമയത്ത് ഒരു കണ്ടസ്റ്റൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പം കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇവിടെ കൂടെ ഇങ്ങനെ തലോടുന്നതായിരിക്കും. പക്ഷേ ഇതിൻ്റെ 2-3 ക്യാമറയിൽ കൂടെ വേറെ ലെവലിൽ കാണിച്ചൊരു വല്ലാത്ത രീതി കാണിക്കുമ്പോൾ അവർ വേറെ എന്തോ തരത്തിലുള്ള സംഭവം, ഒരാൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു, അയാൾ വേറെ എവിടെ നോക്കും, മറ്റേ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷേ ഇത് വേണമെങ്കിൽ ഇവരുടെ ഐ കോണ്ടാക്ട് ആണെന്ന് തോന്നിപ്പിക്കാൻ പറ്റുന്നത് പോലെ പലതും, പ്രണയം ഉണ്ടാക്കാം, മറ്റു പലതും ഉണ്ടാക്കാം. എന്നിട്ട് ലാലായിട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ നിങ്ങളെ കോംബോയ്ക്ക് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്, ഹിന്റ് കൊടുക്കും, അങ്ങനെ കോംബോ പിടിപ്പിക്കും. എന്നിട്ട് കോംബോ 2 ആളെ സ്പ്ലിറ്റ് ആക്കും, 2 പേരെ ഡിവോഴ്സ് ആക്കി, 2 പേരും പരകായ പ്രവേശം നടത്തി അവരെ 2 എണ്ണത്തിൻ്റെ മറ്റേ പരലോകത്തേക്കും പറഞ്ഞേക്കും, എയറിൽ നിന്ന് എയറിലേക്ക്. സോ ഇതൊക്കെ നടക്കും. ഇതൊക്കെയാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. സോ അതിനകത്ത് ഹതഭാഗ്യരായിട്ടുള്ള ആൾക്കാർ ചെന്ന് പെട്ടുപോകും എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. പോകുന്നേരം പറഞ്ഞാൽ മതിയല്ലോ. നമ്മുടെ സ്ക്വിഡ് ഗെയിം ഇല്ലേ, അതിന്റെ ഒരു ഫീബിൾ വെർഷൻ ആയിട്ട് എനിക്ക് തോന്നില്ല. ഇത്രയും നമ്മൾ കൊല്ലുന്നില്ല ആൾക്കാരെ, പക്ഷെ കൊല്ലാതെ കൊന്നോണ്ടിരിക്കുക. ഇവിടെ ഒനിയിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതൊരു സ്ക്വിഡ് ഗെയിം ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് പറഞ്ഞ പോലെ ഒനീലിന്റെ കാര്യം. ഓക്കെ, അതിന് മുമ്പ് നമ്മുടെ രണ്ടാമത്തെ കാര്യത്തിലൂടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ വലിയ കോൺട്രവേഴ്സി വരുന്നത് ജിസേൽ, ആര്യൻ, അനിമോൾ പുതപ്പ് കേസ് അതായിരുന്നു. അതിലോട്ട് ചെല്ലുന്നു, ബെഡ്ഷീറ്റ് ഒക്കെ എടുത്ത് ഡെമോ കാണിക്കുന്നു. അവിടെ നിന്നും അത്യാവശ്യം ഹേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം അതിലെന്താണ് നിനക്ക്, നീ അതിൽ ഇന്റർഫിയർ ചെയ്യണമായിരുന്നു? ശരിക്കും അതിന്റെ ശരിക്കുള്ള സത്യാവസ്ഥ എന്താ? സത്യാവസ്ഥ അതായത് ആര്യനും നമ്മുടെ പ്രവീൺ, വയൽക്കാട്ടിൽ വന്ന പ്രവീണും തമ്മിൽ ഒരു വഴക്കുണ്ടാവുന്നു. പൊതുവെ വഴക്കുണ്ടാവുമ്പോൾ എല്ലാ ആൾക്കാരും വന്നിട്ട് അത് നോക്കും, കുറെ പേര് അതിന്റെ ഇടയിൽ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യും. അപ്പൊ പ്രവീണിനോട് ഞാൻ പറഞ്ഞു, പ്രവീണ പുതപ്പ് ഞാൻ പറഞ്ഞു. അത് പുതപ്പിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യണമെന്നല്ല. അതായത് ഇപ്പൊ പുതപ്പിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് അവര് കുറ്റം പറയാറുണ്ട്, റെന ജിസേലിന്റെ കാല് മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട്. ആ ഒരു ലെവലിലാണ് പുതപ്പ് ജസ്റ്റ് ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ അതിൽ കയറി പിടിച്ചു. പിന്നെ ഇങ്ങനെ എന്തൊക്കെയോ ആ ഒരു വഴക്ക് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അങ്ങനെ ആ ഒരു വഴക്ക് നടക്കുന്ന സമയത്ത് ഞാൻ ഈ പുതപ്പ് എന്നുള്ള ഒരു സാധനം പറഞ്ഞപ്പോഴാണ് അനുമോൾ വന്നിട്ട് എന്നോട് ചോദിക്കുന്നത്. ആദ്യം പ്രവീണിനെയാണ് വിളിക്കുന്നത്. പ്രവീണാണെങ്കിൽ ആ വഴക്കിന്റെ ഇടയിൽ നിന്ന് വരാൻ കൂട്ടാക്കുന്നില്ല. പിന്നെ എന്നെ വന്ന് വിളിച്ചു. എന്നിട്ട് എന്നോട് അനുമോൾ ചോദിച്ചു, നീ കണ്ടോ? ഞാൻ പറഞ്ഞ എന്താ? അല്ല പുതപ്പിന്റെ ഉള്ളിൽ എന്താ നീ കണ്ടു? നിങ്ങൾ കണ്ടത് ഞാനും കണ്ടിട്ടുണ്ട്. അല്ല ഞാൻ കണ്ടു, എന്താ ഞാനെന്ത് ഉമ്മ വെക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നൊക്കെ. നീ ആ സമയത്ത് വെളിയിലായിരുന്നു? വെളിയിലായിരുന്നു. കാരണം ഞാൻ ലൈവും എപ്പിസോഡ്സ് ഒക്കെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ വാച്ച് ചെയ്യായിരുന്നു. കാരണം ഞാൻ ഉള്ളിലേക്ക് പോകാൻ നിൽക്കുന്ന ഒരാളാ. അപ്പോ ഞാൻ അവളോട് പറഞ്ഞു, ഞാനും കണ്ടിട്ടുണ്ട്. അതായത് പുതപ്പ് വെച്ചിട്ട് ഈ ഞങ്ങൾ ഡെമോൺസ്ട്രേഷൻ കാണിച്ച ആ ഒരു സംഭവം വളരെ ക്ലിയർ ആയിട്ട് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും ട്രോൾസ് വന്നത്? അതെ, തീർച്ചയായിട്ടും എന്തൊക്കെ ട്രോൾസ് ആണ് ആ ഒരു കാര്യത്തിൽ വന്നത്? അപ്പൊ അത് ഞാൻ അവളോട്, ഈ ഒരു കാര്യത്തിന്റെ അകത്ത് അന്ന് ഈ അനു അടക്കം തെറ്റുകാരി എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ പ്രവീൺ പുറത്തു വന്നിട്ട് പ്രവീൺ വ്യക്തമായി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് അങ്ങനെയാണ് അതിനകത്ത് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളതാണുള്ളത് ആ പുള്ളിക്കാരനകത്ത് പറയുന്ന ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും സ്റ്റിൽ പറയുന്നത്, ഇപ്പോൾ ഒരു പെൺകുട്ടിയും അവരും തമ്മിൽ പ്രായപൂർത്തിയായിട്ടുള്ളവർ തമ്മിൽ അങ്ങനെ ഉമ്മ വയ്ക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് തെറ്റ് പറയുന്നില്ല. അവർക്കത് ഓക്കെ ആണെങ്കിൽ, 2 പേർക്കും കൺസെന്റ് ഉണ്ടെങ്കിൽ നോ ഇഷ്യൂസ്.
പ്രശ്നമേ അല്ല. പക്ഷേ ഇവിടെ ബി പറയുന്നു അങ്ങനെ സംഭവം ഉണ്ടായിട്ടേ ഇല്ല എന്ന് പറയുന്നു. അനുമോൾ അതിനകത്ത് ഉറച്ചു നിൽക്കുന്നു. ഇപ്പം നമ്മുടെ മസ്താനി പുറത്തിറങ്ങിയിട്ട് ഒന്ന് പറയുന്നു അങ്ങനെ ഒരു കാര്യങ്ങൾ കുറേയധികം കാര്യങ്ങളുണ്ട്, അതവിടെ സംസാരിച്ചതാണെന്നുള്ളത്. സോ അത് പലതും ചിലപ്പോൾ ഹൈഡ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ അത് ഹൈഡ് ചെയ്തിട്ടുണ്ടാവാം. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ആ എപ്പിസോഡേ കണ്ടിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് എനിക്കതറിയില്ല. ഞാനങ്ങനെ ഇല്ല. എനിക്ക് അവിടെ നിന്ന് ആ ഒരു സമയത്ത് എവിക്റ്റായി പോയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു. ഭയങ്കര മോശമായിരുന്നു അത് കാണിച്ചത്. പക്ഷെ നിന്റെ കൂടെ കൂടിയിരുന്ന അനുമോൾക്കോ പുള്ളിക്കാരത്തേക്കൊന്നും ഇത്രയൊന്നും വന്നില്ലായിരുന്നല്ലോ. ഇല്ല, എന്തുകൊണ്ട് നിനക്ക് മാത്രം നിന്റെ തല ഇവിടുത്തെ ആരും ഇതിന്റെ ഒരു ഭാഗമല്ല. വന്നപ്പോ മസ്താനിയുടെ തല മാത്രമായി. ഇത് ഇപ്പോഴല്ല എന്റെ തലയിലല്ലേ. ഇത്രയും ആൾക്കാരെ എന്നെ വലിച്ചു കീറിക്കൊണ്ടിരിക്കുക സോഷ്യൽ മീഡിയയിൽ. കേരളക്കാരെ ഒന്നടങ്കം. എനിക്ക് തോന്നുന്നു കേരളത്തിന് പുറത്തേക്കും പോയിട്ടുണ്ട്. എനിക്ക് തമിഴിലൊക്കെ കയറി വരാറുണ്ട്. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുമ്പോ ഫാദേഴ്സ് സംതിങ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തമിഴ് വായിക്കാറില്ല. അപ്പൊ നമുക്ക് മെസ്സേജിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തു, ലവ് ഒക്കെ ഇട്ടിട്ടാ വന്നെ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുമ്പോ നല്ല തെറിയാ. സത്യം, ഫാനിന്റെ ലെവലിൽ തെറിയിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറിയിട്ടുണ്ട്. ഇതൊക്കെ ആണെങ്കിലും ഉള്ളു കരഞ്ഞിട്ടാണ് ഈ പുള്ളിക്കാരത്തി പുറത്തിറങ്ങിയ സമയത്ത്, മറ്റേ എയർപോർട്ടിൽ വന്നിറങ്ങിയ സമയത്ത് ഞാനും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ണുനീരൊക്കെ തുറച്ചിട്ടൊക്കെ പറ എന്നുള്ള കാര്യം. സോ നമുക്ക് അതൊക്കെ ഒരു പാർട്ട് ഓഫ് ഗെയിം, അത് കഴിഞ്ഞു, അത് പോയി എന്നുള്ള സംഭവം മാത്രമാണ്. പക്ഷേ എങ്കിലും ഇപ്പോൾ അവർ പറയുന്നതിൻ്റെ അകത്ത് അവർക്ക് എവിടെ കൂടിയൊക്കെ അവർക്ക് നല്ല പണി അകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അവർ ചെയ്ത ഗെയിം, എനിക്ക് അതിനോട് ഗെയിമിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ ഇപ്പോഴും സ്റ്റിൽ ഞാൻ പറയുന്നത് ആ ഗെയിമിനോടൊന്നും താല്പര്യമില്ല. പക്ഷേ പുറത്തിറങ്ങിയതിന് ശേഷവും ഇപ്പം ചില ആൾക്കാരെ രക്ഷിക്കുകയും അതിൽ ഏതെങ്കിലും ഒരാളെ തെരഞ്ഞു പിടിച്ചിട്ട് ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി അത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല. ഇഷ്യൂ എന്താ? ശരിയാണ്, ഞാൻ പുറത്തത്തെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ നിന്നെയായിരുന്നു വോൺ ചെയ്തല്ലേ. അകത്ത് പോയപ്പോ മുതല് മസ്താനി പറയരുത്, എന്തിനീ പുറത്തുള്ള കാര്യം അകത്ത് പറഞ്ഞത്. ഞാൻ പറയട്ടെ, ഞാൻ ഒരിക്കലും പുറത്ത് പോയിട്ട് ഇപ്പൊ നിനക്ക് പുറത്ത് ഭയങ്കര ഫാൻസ് ആണ്, ഇതേപോലെ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ ഇപ്പൊ അക്ബറിന്റെ അടുത്ത് പോയിട്ട് നിനക്ക് ഭയങ്കര നെഗറ്റീവ് ആണ്, ഈ ഗെയിം മാറ്റണം, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് ആവശ്യമുള്ള രീതിയിലായിരിക്കും ഞാൻ പറയുന്നത്. ആക്ച്വലി ഒരുപാട് പേഴ്സണലി അതിന് യോജിക്കുന്നില്ല. അത് മസ്താനി അവിടെ പോയി പറഞ്ഞു, അത് പല കാര്യങ്ങളും അതിന് യോജിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പോൾ എന്തിനാണ് അവിടെ പോയിട്ട് ഗെയിമിൻ്റെ അകത്ത് പോയിട്ട് ഈ പറഞ്ഞ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഹിന്റ് കൊടുക്കാൻ നിൽക്കുന്നത്? അതല്ലല്ലോ ഗെയിം. സോ അതിനോട് യോജിക്കാൻ പറ്റത്തില്ല. ഇനി മസ്താനി അതിനകത്ത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് ചെയ്യുന്നൊരു കമൻ്റ് ഉണ്ട്, ഇങ്ങനെയാണ്: ഹലോ, എനിക്കറിയാം ഇപ്പോൾ എല്ലാവർക്കും എന്നോട് ദേഷ്യവും വെറുപ്പുമാണെന്നും. അങ്ങനെയൊന്നും എല്ലാ മനുഷ്യന്മാരൊന്നും ഇങ്ങനെ ബിഗ് ബോസിന് ഒരു ഗെയിം മാത്രമായിട്ട് കാണുന്ന ആൾക്കാരാണ് ബഹുഭൂരിപക്ഷം. എനിക്ക് കുറച്ച് ആൾക്കാർക്കെങ്കിലും ഉണ്ടാവും. എനിക്ക് പറയാനുള്ളത്, ഒന്നും നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ലെന്ന്. പക്ഷേ എനിക്ക് എൻ്റെ സൈഡ് പറയണം. ഇത്ര ദിവസം എല്ലാ ട്രോൾസും പേഴ്സണൽ അലിഗേഷനും ഞാൻ കണ്ടു, സൈബർ ബുള്ളിങ് എല്ലാം ഞാൻ സഹിച്ചു. പക്ഷേ ഇനിയെങ്കിലും ഞാൻ സംസാരിച്ചില്ലെങ്കിൽ ശരിയാവില്ലെന്ന് തോന്നി. നിങ്ങളൊക്കെ പറയുന്നത് പോലെ എൻ്റെ ഗെയിം നെഗറ്റീവായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ എവിക്റ്റ് ആക്കിയതും. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. എൻ്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലായി. മനുഷ്യനല്ലേ, തെറ്റ് പറ്റില്ലേ? തീർച്ചയായിട്ടും എനിക്ക് തെറ്റ് പറ്റി, ഞാനത് അംഗീകരിക്കുന്നു. ഗുഡ്, വെരി ഗുഡ്. അതാണ്, ന്യായീകരിച്ചില്ലല്ലോ, അത് സത്യം, നല്ല കാര്യം. ഇതിനപ്പുറം ഒന്നിനോടും പ്രതികരിക്കാനില്ല. നിങ്ങൾ എന്നോട് ക്ഷമിക്കാതിരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. എന്നെ വലിച്ചു കീറിയ പോലെ ഈ ഇൻ്റർവ്യൂവും നിങ്ങൾ വലിച്ചു കീറുമായിരിക്കും. പക്ഷേ ഈ ഇൻ്റർവ്യൂക്ക് അപ്പുറം എനിക്കൊന്നും പറയാനില്ല. എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റുന്ന അത്ര സൈബർ ബുള്ളിങ് ഞാൻ താങ്ങും. നിങ്ങളുടെയൊക്കെ ദേഷ്യം തീരുന്നത് വരെ എന്ത് വേണേലും ആയിക്കൊള്ളുക. മസ്തിയില്ലാതെ മസ്താനി സൈനിങ് ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്ഷമിച്ചിട്ടൊക്കെ ഇട്ടേക്കുന്ന കമൻറ്റ്. യു ഷുഡ് സ്പീക്ക് അബൌട്ട് ദാറ്റ് ഇൻസിഡൻറ്റ് വിത്ത് ഒനീൽ. ഓക്കെ, അതിനെക്കുറിച്ച് ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്, നെക്സ്റ്റ് പാർട്ടിൽ വരും. ഓക്കെ, ഇനിയുണ്ട് അപ്പോൾ പാർട്ട്. സോ പലരും കളിയാക്കുന്നു മസ്താനി. ടി ആർ പി കേരളം ആഗ്രഹിച്ച എവിക്ഷൻ നടത്തിയ BBC അഭിവാദ്യങ്ങൾ. ബിഗ് ബോസിൻ്റെ ഒരു ബലിമൃഗമായിരുന്നു മസ്താനി. അത് കറക്റ്റാട്ടോ. എനിക്ക് അവരോട് എതിർപ്പുണ്ടേ. എനിക്ക് അവരുടെ ഗെയിമൊന്നും എനിക്ക് ഇഷ്ടമൊന്നുമില്ല. സീരിയസ്ലി ഞാൻ പറയാം, എനിക്ക് അവരുടെ ഗെയിമൊന്നും ഇഷ്ടമല്ല. പക്ഷേ എന്തോ വളരെ തുച്ഛമായ ദിവസങ്ങൾ മാത്രം കയറി ഒരു വൈൽഡ് കാർഡായിട്ട് ഇരുന്നിട്ടുള്ള വലിയൊരു ഇതൊന്നും ഉണ്ടാക്കാത്ത ഒരാൾ പെട്ടെന്നൊരു ഭയങ്കര നെഗറ്റീവിലേക്കൊക്കെ പോകുന്നെങ്കിൽ അത് സത്യം പറഞ്ഞൊരു ബ്രില്യൻ പ്ലേ BB നടത്തിയിട്ട് തന്നെയാണ്. ഒരു ടാർണിഷ് ചെയ്യുന്നത് പോലത്തെ ഹെയ്റ്റാണ് ഈ പുള്ളിക്കാരത്തിയുടെ ഇടയിൽ സ്പ്രെഡായി. അതിൻ്റെ ഇടയിൽ ലക്ഷ്മിയുടെ കൂടെ വന്നിട്ടുള്ള സംഭവം, അതായത് ചെന്ന് വീണ വിഷയങ്ങളോ ബിഗ് ബോസ് സീസണിലെ ഏറ്റവും വലിയ വിഷയങ്ങൾ. ഒന്ന് അനുമോളുടെ ആ മറ്റേ പുതപ്പിൻ്റെ സംഭവം, അതിനകത്ത് പുള്ളിക്കാരത്തി കൂടെ ലൈറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം, ഗ്യാസ് ലൈറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട്. രണ്ടാമത്തെ വിഷയം ഏതാ, നമ്മുടെ എന്താ പറയുക, ഈ മറ്റ് ഇതുണ്ടല്ലോ ജിസേലിൻ്റെ വിഷയം, അതോടൊപ്പം തന്നെ ലക്ഷ്മിയുടെ വിഷയം, ആ ഒരു നമ്മുടെ ആദില എന്ന് പറയുക ആ ഒരു വിഷയം അവരെ ചെയ്യുന്ന സംഭവത്തിൻ്റെ. സോ പെട്ടുപോയതാ. സോ ഞാൻ പറയുന്നത് ബെറ്റർ അവരെ ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ള കാര്യം മാത്രമാണ് പറ്റിപ്പോയി. തെറ്റ് അവർ തന്നെ ചോദിക്കുന്നത് എൻ്റെ നെഗറ്റീവ് ഗെയിമായിരുന്നു. സോ ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക എന്നാണ് അവർ പറയുന്നത്. സോ എനിക്ക് ഇതൊരു ഗെയിമായിട്ടാണ് ഞാൻ കാണുന്നത്. സോ ഞാൻ അത് മാത്രമല്ല കൂടുതൽ എന്തിനെ കാണുന്നൊന്നുമില്ല.
നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. എന്താണ് നിങ്ങൾക്ക് മസ്താനിയെ കുറിച്ചുള്ള, മസ്താനിയുടെ ഗെയിം അകത്തുള്ള ഗെയിമിനെ കുറിച്ചും ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ള ഈ സൈബർ ബുള്ളിങ്ങിനെ കുറിച്ചും പുള്ളിക്കാരത്തി എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് തോന്നുന്നത്? അതോ അവരെ ക്രൂശിക്കണമെന്നാണോ, അവരെ ഇനിയും കല്ലെറിയണമെന്നാണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്.